ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശിമാറ്റമാണ്. ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യം തന്നെ അല്ലെ. 28/1/2025 ശുക്രൻ രാശി മാറുന്നത്. അതായത് ജനുവരി 28 2025 രാശി മാറുക. അത് 31/5/2025 വരെ ഏകദേശം 120 ദിവസത്തിന് മുകളിൽ ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട്, സൂര്യന്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലെ. അത് മാത്രമല്ല, ശുക്രൻ നിൽക്കുന്ന വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലും വ്യാഴം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രന്റെ ക്ഷേത്രം. സോ ഇവർ പരസ്പരം രാശിമാറി നിൽക്കുന്നുണ്ട്. സോ അവിടെ തന്നെ ഒരു യോഗം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തിൽ വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാളവി യോഗം പറയാവുന്നതാണ്. ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് ഭദ്രഗോപാല യോഗം, അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏകദേശം നമുക്ക് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക. നമുക്ക് സുഖഭോഗങ്ങളുടെ കാര്യത്വം കൊണ്ട് ശുക്രനാണ്. വാഹന കാര്യങ്ങള്, പ്രത്യേകിച്ചും കാറുകൾ, അതുപോലെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ്, അതുപോലെ ഫുഡ്, നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ്, ലക്ഷറി ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക. ഇപ്പം ഫിലിം ഫീൽഡ്, മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അല്ലെ. അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്തെ, ലക്ക്, അതുപോലെ മാരേജ്, ലവ്, ഈ കാര്യങ്ങളിലൊക്കെ ആസ്പദമായിട്ട് വരുന്നതാണ്. തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് വെച്ച് താമസിക്കില്ല, അധികം താമസിക്കാൻ വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തോളൂ. നമ്മുടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടും മിസ്സായിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ഓൾ ബട്ടൺ നമ്മൾ ഇടുന്ന വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി കേട്ടോ. മേടരാശി, അശ്വതി, ഭരണി, കാർത്തിക അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മേടരാശിയെ സംബന്ധിച്ചോളം മീനത്തിൽ ശുക്രൻ വരിക എന്ന് പറയുന്നത് 12 അല്ലെ. 12 ശുക്രൻ ഉച്ചത്തിൽ വരുന്ന സമയമാണ്. സോ ഈ ടൈമിൽ എന്ന് പറയുന്നത് 12 ചെലവുകളൊക്കെ ഉണ്ടാകും. അതും ശുഭ ചെലവുകൾ, മനസ്സിന് സന്തോഷം തരുന്ന തരത്തിലുള്ള ചെലവുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യാത്രകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള സമയമായിരിക്കട്ടെ ഈ ടൈം എന്ന് പറയുന്നത്, ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ യാത്രകൾ പെട്ടെന്നാവാം, നമ്മൾ പ്രതീക്ഷിച്ചാവാം, പ്രതീക്ഷിക്കാത്ത യാത്രകളാവാം, ബിസിനസ് യാത്രകളാവാം, നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകളാവാം. എന്ത് തന്നെയായാലും ആ യാത്രയിൽ നിന്നൊരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയേറിയ ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ശുക്രൻ 12 വരുന്ന, ഉച്ചത്തിൽ വരുന്ന. അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടുകയും നമുക്കറിയാം, പൈസ ചെലവാകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു നഷ്ടബോധം, അയ്യോ എൻ്റെ പൈസ ഇതിന് പോയില്ലോ, അല്ലെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ പൈസ ഒക്കെ ചെലവാക്കിയല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ നമുക്ക് ശുഭചെലവുകളാണ്. സോ അതുകൊണ്ട് തന്നെ ആ പൈസ ചെലവാക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല. ഇപ്പം ആ പൈസ ചെലവാക്കി എനിക്കൊരു വീടായില്ലോ, അല്ലെങ്കിൽ ഞാനൊരു വാഹനം വാങ്ങിയല്ലോ, അല്ലെങ്കിൽ ഞാനൊരു സുഹൃത്തിനെ സഹായിച്ചല്ലോ, അല്ലെങ്കിൽ ആ പൈസയ്ക്ക് കൃത്യമായി അർഹതപ്പെട്ടവരുടെ കയ്യിൽ എനിക്ക് എത്തിക്കാൻ സാധിച്ചല്ലോ, ഒരു മനസ്സിന് സന്തോഷം നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവാനാണ് യോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സേവിങ്സ് ഒക്കെ ഉണ്ട്, നന്നായി സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെലവുകൾ ഉണ്ടാവാനും ചാൻസ് ഏറിയ സമയം തന്നെയാണ്. അതുപോലെ നമുക്ക് ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐഡിയാസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യാൻ അനുകൂലമായ ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ അതിനിടയിൽ ചില അസ്വസ്ഥതകൾ, ചില വാക്കുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, നമുക്ക് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിക്കൊരു പ്ലാൻ ഉണ്ടാവും. അത് സ്ത്രീയോ പുരുഷനാരും ആയിക്കോട്ടെ. ഇപ്പം മേടരാശി ജനിച്ച സ്ത്രീയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ പുരുഷനായിരിക്കും പങ്കാളിയത്, അതുപോലെ തന്നെ പുരുഷനാണെന്നെങ്കിൽ സ്ത്രീ ആയിരുന്നല്ലോ. സോ പങ്കാളിക്ക് വേറൊരു പ്ലാൻ ഉണ്ടാവും. സോ ഈ രണ്ട് പ്ലാൻസും തമ്മിൽ പ്രശ്നമായിട്ട് രണ്ട് അഭിപ്രായം അവിടെ വരുന്നുള്ളൂ. സോ അങ്ങനെ ഒരു ആർഗ്യുമെന്റ്. സോ അതുകൊണ്ട് അനാവശ്യമായിട്ട് ആർഗ്യുമെന്റിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നൊന്ന് മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക. അതൊക്കെ കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള ഫലത്തൊക്കെ പ്രധാനിച്ചു കേട്ടോ. സോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ മേടരാശിയുടെ നിങ്ങളുടെ പങ്കാളിയെയും കൂടി ഈ വീഡിയോ ഒന്ന് കാണിക്കുക. സോ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ ഒരു ടൈം ഇങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതിനൊപ്പം നിങ്ങളുടെ പങ്കാളിയുടെ ടൈമും കൂടെ എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, പൊരുത്തപ്പെട്ട് പോകാൻ ടൈമാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പങ്കാളിയുടെ
എന്താണ് രാശിഫലം അല്ലെങ്കിൽ ലഗ്നഫലം എന്ന് പറയുന്നതും നമുക്ക് അനുകൂലമല്ല പ്രതികൂലമാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ കുറച്ചുകൂടി എന്താണ് ആർഗ്യുമെന്റ് കൂടാൻ ചാൻസ് കൂടുതലുണ്ട്. സോ അതൊന്ന് നോക്കുക. പിന്നെ ഇതിന്റെ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. സോ എന്താണ് പ്രധാന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് രമ്യതയോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. പ്ലാൻ ചെയ്തേക്കുന്ന വെച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു പിക്ചർ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പങ്കാളിയുടെ പ്ലാനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക, ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. സോ ബ്ലൈൻഡായിട്ട് നിങ്ങളുടെ പ്ലാൻ ഏറ്റവും സക്സസ്ഫുൾ എന്ന് വിചാരിച്ച് നിങ്ങൾ വർക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. സോ എന്താണ് വർക്കുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ആരെങ്കിലുമൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുക. സോ എന്ത് ചെയ്യുക, അവിടെ ആ വർക്കുകൾ നീണ്ടു പോവാതിരിക്കും. സോ അങ്ങനെയെങ്കിൽ ആർഗ്യുമെന്റിൽ നമുക്ക് രക്ഷ കാണാൻ സാധിക്കും കേട്ടോ. സോ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, അനാവശ്യമായിട്ട് കാര്യങ്ങളിൽ പോകാനുള്ള ശുഭചെലവുകളൊക്കെ ഉണ്ടാവാം. സോ എന്ത് ചെയ്യാം, ചെലവുകൾ കഴിയുമ്പോൾ സന്തോഷിക്കുക. നമുക്ക് എന്താണ് ചെലവ് ചെയ്യുമ്പോൾ അനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് എന്താ മീനരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. ഇടവരാശി കാർത്തിക, മുക്കാല, രോഹിണി, മകേരം, അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത്. സോ ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 11ാം ഭാവത്തിലാണ് ശുക്രൻ വരിക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇടവൻ രാശിയുടെ 11 മീനൻ രാശിയിലാണ്. മീനരാശിയിൽ എന്താണ് ശുക്രന്റെ ഉച്ചമാണ് പറയുന്നത് അല്ലെ. സോ ഈ സ്ഥാനത്ത് വരുമ്പോൾ 11ൽ നമുക്ക് ശുക്രൻ വരുമ്പോൾ ഭാഗ്യ അനുഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും എന്ന് നമുക്ക് പറയാവുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രനാണ് എന്ത് ഉച്ചത്തിൽ പറഞ്ഞത്. നമ്മുടെ രാശിനാഥൻ തന്നെയാണ് എന്താ ഉച്ചത്തിൽ 11 വരിക. സോ ഏകദേശം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന മാസങ്ങളിൽ നമുക്ക് എന്താണ് ഒരു ഭാഗ്യ അനുഭവമെങ്കിലും തരാതെ എന്ത് ചെയ്യില്ല, ശുക്രൻ പോകൂല കേട്ടോ. അവിടെ കേട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലോ ഏതെങ്കിലും വിധേന നമുക്കൊരു ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തിട്ടേ ശുക്രൻ അവിടെ നിന്ന് മാറുകയുള്ളൂ. സോ അത് ഏത് തരത്തിലാവാം, നമ്മുടെ പ്രണയം കാര്യത്തിലാവാം, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് ആവാം, നമ്മുടെ പാനലിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ലൈഫായിരിക്കാം, അല്ലെങ്കിൽ ഭാഗ്യ അനുഭവങ്ങൾ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളിലൂടെ ആവാം. നമുക്ക് നല്ലൊരു വെഹിക്കിൾ വാങ്ങാൻ സാധിക്കാം, അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങാൻ സാധിക്കാം. അതുപോലെ തന്നെ ജുവലേഴ്സ് വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക്, സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിരവധി അവസരങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടും അനവധിയായിട്ട് നമുക്ക് നിരവധി അവസരങ്ങൾ, യാത്രകൾ, അതുപോലെ തന്നെ വിനോദയാത്രകളൊക്കെ പോകാൻ സാധിക്കാം. നമ്മുടെ ഒരു എന്താണ് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുക, ആഗ്രഹ സാഫല്യം തുടങ്ങിയ നിരവധി എന്താണ് ഗുണാനുഭവങ്ങളൊക്കെ ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്നെങ്കിലും നമുക്ക് തരാതെ എന്തില്ല ശുക്രൻ ഈ ടൈം മാറില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാശിനാഥനാണ് അല്ലെ. ഇപ്പം എന്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ഗുണ അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നോക്കല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഗുണഫലം. സോ രാശിനാഥനാണ് ഇടവൻ രാശിയുടെ രാശിനാഥനാണ് ശുക്രൻ. ആ ശുക്രനാണ് എന്ത് ചെയ്യുക, മീനത്തിൽ പോയി നിൽക്കുക, നമുക്ക് ഉച്ചത്തിലാണ് നിൽക്കുക. സോ ഭാഗ്യ അനുഭവങ്ങൾ പ്രദാനം ചെയ്തിട്ടേ എന്ത് ചെയ്യുള്ളൂ, അവിടുന്ന് ഒരു പടിയിറക്കം ശുക്രൻ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും നടക്കും. പ്രണയത്തിലുള്ളവരെയാണ് പെട്ടെന്ന് വിവാഹത്തിലും അകഞ്ഞതല്ല, സിംഗിളായി നിന്നവരെ പെട്ടെന്ന് കമ്മിറ്റ് ആവാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഫാമിലിയിലായാലും കുടുംബത്തിലൊരു സന്തോഷം നിറയാനൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാണ്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ സന്തോഷം കണ്ട് നമുക്ക് ആനന്ദിക്കാണ് തുടങ്ങിയ അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ അതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ പറയുന്ന ടൈമായിരിക്കും. നമ്മുടെ പേര് പ്രശസ്തിയൊക്കെ ഉയർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ടൈം കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സമയമാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി സ്ഥലമൊക്കെ നമുക്ക് കിട്ടാൻ യോഗമുള്ള ടൈമാണ്. വാഹനങ്ങൾ വാങ്ങാൻ യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ച് കാറ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ യോഗമുണ്ട്. ഫോൺ വാങ്ങാൻ അത്യാവശ്യം, ഫോൺ മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ ഫോൺ പുതിയതായിട്ട് കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. സമ്മാനങ്ങൾ നമുക്ക് കിട്ടാൻ യോഗമുള്ള സമയമാണ്. സന്തോഷം പൊതുവെ നോക്കി സന്തോഷപ്രധാനമായ കാര്യങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ നടക്കാൻ യോഗമുള്ള ടൈമാണ് കേട്ടോ. കലാമേഖലയിൽ അതുപോലെ സ്പോർട്സ് തുടങ്ങിയ മീഡിയ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. സോ ആ കാലം കുറച്ചുകൂടി നിങ്ങൾ നന്നായി പരിശ്രമിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ലെവലിലേക്ക് നിങ്ങളുടെ പേര് ബസ്സിയൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും കേട്ടോ. മനസ്സിന് സന്തോഷം തരുന്ന നേരമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്യാനില്ല, ഈ ടൈം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു പ്രതിഫലം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ശുക്രന്റെ ഉച്ചത്തിൽ വിളിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. മിഥുന രാശിയാണ് അല്ലെ. മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത്. ഇപ്പൊ മിഥുന രാശിയെ സംബന്ധിച്ചോളം 10ാം ഭാവത്തിലാണ് എന്താ ശുക്രൻ വരിക എന്ന് പറയുന്നത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ 10ൽ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് കലഹങ്ങള്, അപമാനങ്ങൾ സഹിക്കേണ്ടി വരിക, അതുപോലെ തന്നെ നഷ്ടങ്ങൾ, ധനനഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാം. പക്ഷെ ഇവിടെ മിഥുനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ
ഇവിടെ എന്താണ് 5, 12 ഭാവാധിപനാണ് എന്ത് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെ. ആ ശുക്രൻ 10ലാണ് വന്നത്. സോ നമുക്കൊരു വ്യക്തിയെ സംബന്ധിച്ചൊരു തൊഴിൽ സ്ഥാനമാണ് 10ാം ഭാവം എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ മഹിമ, നമ്മുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, സോ ആ ഒരു പേര് നമുക്ക് എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടൈം ആയിരിക്കും. സോ നമ്മുടെ ഒരു മഹിമ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വരുമാനം ഇപ്പം ഇത്ര ഉള്ളെങ്കിൽ നമ്മുടെ വരുമാനം ഒരു ഇത്ര രൂപയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്ന ടൈമാണ് ഈ സമയം എന്ന് പറയുന്നത്. സോ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഒരു എക്സ്ട്രാ ഇൻകം ആയാലും ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുറെ ബോണസ് കിട്ടാൻ ചാൻസ്. നമ്മുടെ വരുമാനം ഇപ്പോൾ ഉള്ളതിൽ നിന്നും കൂട്ടാൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സമയമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയുള്ള പരിശ്രമം കൂടി നിർത്തുക കേട്ടോ. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴവും ശുക്രനും പരസ്പരം രാശിമാറി നിൽക്കുന്നുണ്ട്. വ്യാഴം വ്യാഴത്തിന്റെ രാശിയായ മീനത്തിൽ ശുക്രന്റെ രാശിയായ ഇടവത്തിൽ വ്യാഴവും നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ശുക്രൻ രാഹുവിന്റെ കൂടെ ശനിയുടെ കൂടെയൊക്കെ നിൽക്കുന്ന സമയമാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിദേശ യോഗമൊക്കെ പറയാൻ സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടി നമുക്ക് ഓരോ യാത്രകളൊക്കെ പോകേണ്ടി വരാം. പക്ഷെ അത് ബിസിനസ് യാത്രയായിട്ട് മാത്രമല്ല, നമുക്കൊരു എൻജോയ്മെന്റ്, നമുക്ക് അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്ന തരത്തിലേക്ക് നമുക്കൊരു യാത്രയാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിരവധി അവസരങ്ങൾ നമുക്ക് കിട്ടാൻ യോഗമുണ്ട്. അത് ബിസിനസ്സിലായാലും തൊഴിലായാലും എന്ത് കാര്യത്തിലായാലും നിരവധി അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ചാൻസുള്ള സമയമാണ്. അതൊക്കെ വീടൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീടൊക്കെ വാങ്ങാൻ യോഗമുള്ള ടൈമാണ്. അതുപോലെ തന്നെ വീടൊന്ന് മാറണം, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എനിക്കൊന്ന് മാറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സമയമാണ്. പൊതുവെ നോക്കിയാൽ എല്ലാത്തിനും തന്നെ അനുകൂലമായ സമയം തന്നെയാണ്. അതുപോലെ തന്നെ നോക്കിയാൽ വിവാഹ കാര്യങ്ങൾ, കല്യാണം നോക്കിക്കഴിഞ്ഞാൽ കല്യാണ ഭാഗ്യം പറയാവുന്ന സമയമാണ്. മാളവീയ യോഗം പറയാവുന്ന ടൈമാണ്. അതുപോലെ തന്നെ മീഡിയ, സിനിമ ഫീൽഡൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ നിരവധി അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള ടൈമാണ്. അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ പുകഴ്ത്തി പറയണം, നമ്മുടെ മഹിമ മറ്റുള്ളവർക്ക് എത്താനൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് മുഖേന നമുക്ക് വർക്ക്സ് കിട്ടും അല്ലെ. നമ്മുടെ പേര്, നമ്മുടെ ബിസിനസ് നടത്തുവാണെങ്കിൽ നമ്മുടെ പേര് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് ഇപ്പം നമുക്ക് വർക്ക് കൂടുതൽ കിട്ടും. സോ അവിടെ നിന്ന് ഏർണിങ്സ് കൂടും. സോ നമ്മുടെ ഇൻകം ഡബിൾ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നല്ല തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ തൊഴിലിന്റെ മഹിമ കാരണം, നമ്മുടെ ജോബിന്റെ പെർഫോമൻസ് കാരണം നമ്മുടെ മേലുദ്യോഗസ്ഥരിലേക്ക് എത്തി. സോ അത് പ്രൊമോഷൻ ലഭിക്കാൻ യോഗമുണ്ട്. സോ ആ പ്രൊമോഷൻ മുഖേന നമുക്ക് വരുമാനം വർദ്ധിക്കാൻ ചാൻസ് ഇല്ലേ. സോ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ നമുക്ക് പേരും പ്രശസ്തി നമുക്ക് എന്ത് ചെയ്യും, നേട്ടങ്ങളെ കൊണ്ടുവന്ന് തരുന്നതിന്റെ ചെയ്യല്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഹുവും ശനിയൊക്കെ കൂടെ നിൽക്കുന്ന സമയമാണ്. നമ്മൾ പറഞ്ഞു അനുകൂലമായ സമയമാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള പ്ലാനറ്റ് ശുഭഗ്രഹത്തിന്റെ കൂടെ നിൽക്കുന്ന ടൈമാണ്. സോ നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ സമയമാണ് മിഥുനരാശിയെ സംബന്ധിച്ച് നോക്കിയാലും കേട്ടോ. സോ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രോപ്പർലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അവിടെ നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളയാതെ കൃത്യമായിട്ട് ആ സമയത്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, മാക്സിമം യൂസ് ചെയ്യുക. സോ ആ ടൈമിൽ വേസ്റ്റ് ആക്കി കളയാതെ യൂസ് ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിച്ച് നോക്കുക, നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടും. പിന്നെ നമ്മുടെ ജാതകത്തിനോട് നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും കേട്ടോ. പുനർതം കാല പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത്. സോ കർക്കിടക രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ ശുക്രൻ പൂർണ്ണമായിട്ട് ഗുണഫലം പ്രദാനം ചെയ്യുന്ന ആളല്ല. പക്ഷെ നമുക്ക് ഇതവണ നോക്കുമ്പോൾ ആണെങ്കിൽ 9ാം ഭാവത്തിലാണ് വരുന്നത്, ശുക്രൻ ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് വക്രത്തിൽ വരുന്നുണ്ട്. പിന്നെ രാഹുവിന്റെ കൂടെ ശനിയുടെ കൂടെ അതുപോലെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴവും ശുക്രനും പരസ്പരം രാശി മാറി നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും സ്ഥിതി ചെയ്യുന്നുണ്ട്. 9 എന്ന് പറയുന്നത് പാകിസ്ഥാനവും 11 എന്ന് പറയുന്നത് ലാഭസ്ഥാനം, വരുമാനം, പ്രത്യേകിച്ചും പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ നമുക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, പൊതുവെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാവാനും ധനലാഭങ്ങൾ ഉണ്ടാവാനും സ്ത്രീ സുഖം ലഭിക്കുവാനും അതുപോലെ തന്നെ ധർമ്മ പ്രവൃത്തിയിൽ അനുകൂലമായ അവസ്ഥകൾ ലഭിക്കാനും അതുപോലെ നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഇൻകം ഉണ്ടാവാനും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനൊക്കെ യോഗമുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രണയത്തിലായി നിൽക്കുന്നവർക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞ രീതിയിൽ അത് മാരേജിലേക്കൊക്കെ ആക്കാൻ നോക്കുന്നവർക്ക് പറ്റുന്ന സമയമാണ്. നമുക്ക് ശരിയായ സമയം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ശുക്രന്റെ ഉച്ചസ്ഥാനമായിരിക്കും. ഈ ഒരു ടൈം പ്രണയത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ല പ്രണയത്തിൽ നിന്ന് വിവാഹമൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് ഒരു ലക്ഷറി വെഹിക്കിൾ വാങ്ങണം, നല്ല ആഡംബരമായിട്ടൊരു വാഹനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാറൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനൊക്കെ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കും കഴിയുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സന്തോഷമാണ്. അല്ലെ, സന്തോഷം കിട്ടണമെങ്കിൽ കുടുംബത്തിലെ സമാധാനവും കളിയാണ്.
സോ കുടുംബ സന്തോഷം കളിയാടണമെങ്കിൽ എന്ത് ചെയ്യണം? പങ്കാളിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുടുംബത്തിലുള്ളവരും തമ്മിൽ നല്ല ഐക്യം ഉണ്ടാകണം അല്ലേ? പ്രധാന കുടുംബം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ്. സോ എന്താണ്, നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടൈമായിരിക്കും. നന്നാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് കൂടുതലായിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് പറ്റുന്ന ടൈമായിരിക്കും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കർക്കിടക രാശി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഇമോഷണലിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നവരെ, പെട്ടെന്ന് ഇമോഷണലി എന്താണ് ആവുന്നവരാണ് ഇവരെന്ന് പറയുന്നത്. എല്ലാ തരത്തിലും, അതിപ്പോൾ ദേഷ്യമായാലും സങ്കടമായാലും അല്ലെങ്കിൽ സന്തോഷമായാലും ദുഃഖമായാലും എന്ത് തന്നെയായാലും പെട്ടെന്ന് ഇമോഷണലി എന്താണ് കുറച്ച് ഇമോഷണലി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നവരാണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അതാണ് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു സമയം തന്നെയാണ് ഈ ഒരു ടൈമായി കാലയളവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 28/1/2025 മുതൽ 30/5/2025 വരെയുള്ള സമയം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. നല്ല നല്ല അവസരങ്ങൾ കിട്ടാൻ ചാൻസ് ഉള്ള ടൈമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാം കർക്കിടക രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ ഈ ടൈം എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യുക, കൃത്യമായിട്ട് യൂസ് ചെയ്യാം. കൃത്യമായിട്ട് യൂസ് ചെയ്യാതെ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ഒരു ഭാഗ്യാനുഭവം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. സോ ഇവിടെ നമുക്ക് എന്താണ് 9, 11 ഭാവാധിപന്മാരാണ് അങ്ങോട്ടുള്ളത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ഭാവാധിപനായ വ്യാഴവും 11ാം ഭാവാധിപനായ ശുക്രനും എന്താണ് പരസ്പരം രാശി മാറി നിൽക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് അനുകൂലമായ ടൈം തന്നെയാണ്. പ്രധാനമായിട്ടും എന്താണ് നമുക്ക് അനുകൂലമായ നേട്ടങ്ങൾ. പ്രധാനമായിട്ട് ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രണയത്തെ ആക്കിയിട്ടുള്ളവർക്ക് വിവാഹത്തിലേക്ക് എത്താനും മറിച്ച് ഭാഗ്യാനുഭവങ്ങളിലേക്ക് എത്താനൊക്കെ യോഗമുള്ള ടൈമാണ് കേട്ടോ. മകം, പൂരം, ഉത്തരം, കാട് 3 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ 2025 പൊതുഫലം നോക്കിയില്ല. അപ്പം നമുക്ക് മനസ്സിലായി നമുക്ക് കുറച്ച് ചാലഞ്ചസ് നിറഞ്ഞ സമയമായിരിക്കും, കുറച്ച് എന്താണ് ബുദ്ധിമുട്ട് നിറഞ്ഞ സമയങ്ങളായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, പക്ഷേ നമുക്ക് എന്താണ് ഇപ്പൊ ശുക്രന്റെ ഉച്ചം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറുതെടുത്തൊരു ആശ്വാസമൊക്കെ കിട്ടും കേട്ടോ. ഈ ഉച്ച ടൈം എന്ന് പറയുന്നത് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടും. പൊതുവേ നോക്കുന്ന ടഫ്നെസ് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും എന്ന് നിന്നാൽ പോലും നമുക്ക് ചെറിയൊരു ആശ്വാസം എന്നൊരു നിലയ്ക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അനുകൂലമായിട്ട് നമുക്ക് നോക്കാം. സോ പൊതുവെ നോക്കി കഴിഞ്ഞാൽ 8ാം സ്ഥാനത്തിലാണ് വരിക, ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത്. അതുപോലെ 10ൽ നമുക്ക് വ്യാഴം വരുന്നുണ്ട്. രണ്ടും എന്താണ് ശുഭഗ്രഹങ്ങളാണ് അല്ലേ? സോ ഈ ശുക്രന്റെ കൂടെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണ്ട, രാഹു യോഗം ചെയ്യുന്നുണ്ട്, ശനി യോഗം ചെയ്യുന്നുണ്ട്, ബുധനോട് യോഗം ചെയ്യുന്നുണ്ട്, സൂര്യനോട് യോഗം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും തരാതെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ നോക്കുന്നൊരു ടൈമായിരിക്കും ടൈം എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കും. പക്ഷെ നമുക്കിവിടെ ശ്രദ്ധ ആവശ്യമാണ്. നമുക്ക് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ശുക്രന്റെ രാശിമാറ്റത്തിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ശ്രദ്ധയാണ്. സോ ശ്രദ്ധ ഇല്ലായ്മയും കൊണ്ട് പല നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് പൊതുവെ വലിയ നഷ്ടങ്ങൾ തരാൻ നോക്കില്ലെങ്കിൽ പോലും നഷ്ടങ്ങൾ വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആ ശ്രദ്ധ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയാണ്. സോ പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. 8ാം സ്ഥാനം എന്ന് പറയുന്നത് നോ മൂവബിൾ ആയിട്ടുള്ള തിങ്സ് ആണ്. സോ നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, മറ്റൊന്നിനെ കിട്ടാനുള്ള യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. ഒരു കാര്യം നഷ്ടപ്പെടാം, എന്നിട്ട് നമുക്ക് ഒരു കാര്യം കിട്ടാം. ഇപ്പൊ സ്ഥലങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും എന്ത് കാര്യങ്ങളായാലും നമുക്ക് നമ്മളുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു സാധനം കിട്ടുക, അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി, എന്തൊരു തരത്തിൽ ചിന്തിച്ചാലും ഒരു കാര്യം നഷ്ടപ്പെടാനും എന്നിട്ട് മറ്റൊന്ന് കിട്ടാനും യോഗമുള്ള ടൈമാണ്. ഓക്കെ, ഇപ്പം എന്താണ് ഒരു പെൻസിൽ പോയി വേറൊരു പെൻസിൽ ഇട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇനി ഈക്വൽ ആയിട്ട് സാധനമായിരിക്കും, ചിലപ്പോൾ വേറെ അൺഈക്വൽ ആയിട്ട്. ഇപ്പം നമ്മൾ പേന പെൻസിലായിരിക്കും നഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന സാധനം നോർമലുള്ള പെൻസിലാവാം. ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പെൻസിലാവാം, പക്ഷെ കിട്ടുന്നത് പേന പെൻസിലാവാം. സോ അത് നമ്മുടെ എന്താണ് ജാതകത്തിനും കൂടി പൊരുത്തപ്പെട്ടിരിക്കും. സോ ഒരു എക്സാമ്പിൾ പോലെ പെൻസിലിന്റെ കാര്യം പറഞ്ഞു തന്നോളൂ കേട്ടോ. സോ എന്തൊരു കാര്യത്തിലായാലും അതുപോലെ ഒന്നും നഷ്ടപ്പെട്ടിട്ട് മറ്റൊന്നും കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ്സ് അതിലേക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈമും എന്താണ് ഇൻവെസ്റ്റ്മെന്റിന് അത്ര നല്ല ടൈമല്ല. സോ ആ കാര്യങ്ങളൊന്ന് നോക്കുന്ന ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അതുപോലെ പ്രതീക്ഷകാര്യം നടന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ തരുന്ന സമയം തന്നെയായിരിക്കും. ചില സമയത്ത് നമുക്ക് ജോലി സംബന്ധമായിട്ട് പെട്ടെന്ന് യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം കേട്ടോ. പെട്ടെന്നുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം ജോലി സംബന്ധമായിട്ട്. ചിലപ്പോൾ സ്ഥലം മാറാൻ, ഓക്കെ, ജോലിയുടെ പൊസിഷൻ അത് മാറാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക്, പ്രണയത്തിലേക്കുള്ളവർക്കായാലും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. പണങ്ങളൊക്കെ കൊടുക്കൽ വാങ്ങലിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. അധികം അതിനൊന്നും ഇടപെടാതിരിക്കുന്ന ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അത്ര അനുകൂലമായ സമയമല്ല. എന്നിരുന്നാൽ പോലും ഇടപെട്ടേ പറ്റുള്ളെങ്കിൽ പോലും ശ്രദ്ധ ആവശ്യമാണ്. പിന്നെ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ആവശ്യമാണ്. ശ്രദ്ധ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50% അല്ലെങ്കിൽ 50% നല്ലതാണ് പറയാം ശുക്രന്റെ രാശിമാറ്റം. എന്നിരുന്നാലും പോലും നമുക്കിവിടെ ശ്രദ്ധ ഭയങ്കര ആവശ്യമാണ്. സോ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വലിയ തരത്തിൽ പ്രശ്നം ഉണ്ടാവാം. അപ്പൊ എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഓർമ്മ ഇയാൾക്ക് പൈസ കൊടുക്കാൻ കുഴപ്പമില്ല, തിരിച്ചു കിട്ടും എന്നൊരു വിശ്വാസത്തിൽ കൊടുത്താൽ പോലും സമയത്ത് കൊടുത്താൽ
കിട്ടാനൊക്കെ ചാൻസ് ഒരു കണക്കായിരിക്കും. പിന്നെ നമ്മൾ എന്താ പുറകെ നടക്കേണ്ടി വരും. അതുമാത്രമല്ല ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ബന്ധം പോലും നഷ്ടമാവാനും ചാൻസ് ഉണ്ട്. ആ ഒരു പൈസ കൊടുത്തതിൻ്റെ പേരിൽ നഷ്ടമാവാം, നമ്മളോട് വഴക്കാവാം, അല്ലെങ്കിൽ പിന്നെ അടിയാവാം. ആ പൈസ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് പിന്നെ നമ്മളോട് മിണ്ടൂല, ഇതൊരവസ്ഥ ഉണ്ടാവാം. സോ ആ കാര്യങ്ങൾ പണമിടപാടിൻ്റെ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടൊരു കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ അങ്ങനെ കൊടുക്കൽ വാങ്ങലിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കണം ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് റിസ്ക് ഒക്കെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം എടുക്കാതിരിക്കാനാണ് നല്ലത്. കാരണം പണമൊക്കെ അവിടെ നിന്ന് നഷ്ടമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ പൊതുവെ നോക്കി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഒരു ചെറിയ ആശ്വാസം പോലെ എന്താണ് ഭയങ്കര വെയിലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം പോലെ, നല്ല കനത്ത വെയിലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മര കിട്ടുന്ന നമുക്കൊരു ആശ്വാസമല്ലോ. സോ അതുപോലെ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് എന്താണ് കുറച്ചൊക്കെ അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ എന്താ ശ്രദ്ധ ആവശ്യമുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. സോ മനസ്സിലായെന്ന് വിചാരിക്കും. ഇത്രേ ഉള്ളൂ ചിങ്ങരാശി എന്ന് പറയുന്നത് കേട്ടോ. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലെ. കന്നിരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 7ാം ഭാവത്തിലാണ് എന്താ ശുക്രൻ ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മാളവ്യ യോഗം പറയാം. അത് മാത്രമല്ല ബുധനോട് ചേർന്ന് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു മാസം നമുക്ക് രാജയോഗം പറയാം, ധർമ്മകർമാദി യോഗം പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യാഴവും ശുക്രനും എന്താണ് പരസ്പരം രാശി പാലിക്കുന്ന 9ാം ഭാവാധിപനും 7ാം ഭാവാധിപനും പരസ്പരം അങ്ങോട്ടും മാറിക്കാൻ നമുക്ക് കേന്ദ്ര ത്രികോണ യോഗം പറയാൻ സമയമാണ്. സോ കന്യ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു മണി ഫ്ലോ നമുക്ക് പറയാവുന്ന ഒരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഭാഗ്യാനുഭവങ്ങളൊക്കെ പറയാവുന്ന സമയമാണ്, അനുകൂലമായ സമയമായിട്ട് പറയാൻ പറ്റും. യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടി യോഗങ്ങൾ കിട്ടും, നിരവധി യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണ്, നമുക്ക് നല്ല രീതിയിൽ ഓരോ അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന സമയമാണ്. പ്രണയ കാര്യങ്ങളൊക്കെ നോക്കുകയെങ്കിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾസായി നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് കമ്മിറ്റ് ആവാനുള്ള യോഗമുണ്ട്. അതുപോലെ പ്രണയം നമുക്ക് പെട്ടെന്ന് വിവാഹത്തിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇവർ എന്താണ് വിവാഹം കഴിക്കുമ്പോൾ ഒന്ന് എടുത്ത് നോക്കി കഴിക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും. എന്താണ് പ്രണയമായിട്ട് നമ്മൾ അങ്ങ് പോവാതെ ഒന്ന് പൊരുത്തോണ്ട് നോക്കാം. കാരണം കുറച്ച് സമയമേ ഉള്ളൂ, നമുക്കിത് ശുക്രനെ ആക്റ്റീവ് ചെയ്ത് എന്നിട്ട് പോവുകയാണ്. സോ ആ ടൈം അതിനുശേഷം നമുക്ക് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പൊരുത്തവും കൂടെ നോക്കി മുന്നോട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ കന്യരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ വാങ്ങാനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണ്. കുറച്ച് കാലമായിട്ട് അത് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങളൊക്കെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ടൈം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. സിനിമ മീഡിയ ഫീൽഡൊക്കെ നിൽക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ കിട്ടുവാനും നല്ല നല്ല പ്രൊജക്റ്റുകൾ നല്ല നല്ല ഈവൻറ്റുകളൊക്കെ കിട്ടാനും അത് സക്സസ് ആവാനൊക്കെ പറ്റുന്ന ടൈമാണ്. പേര് പ്രശസ്തി ഒക്കെ ഉയർത്തിയെടുക്കാൻ പറ്റുന്ന ടൈമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കാൻ ചെറിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാവുന്ന ടൈമാണ് ടൈം എന്ന് പറയുന്നത്. കന്യരാശിയെ സംബന്ധിച്ച് നോക്കി നല്ല രീതിയിൽ തന്നെ ഭാഗ്യാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന സമയമാണ് ശുക്രൻ എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത്. അതുമാത്രമല്ല ശുക്രനും വ്യാഴവും നമുക്ക് എന്ത് ചെയ്യേണ്ട നിരവധി അവസരങ്ങളൊക്കെ തരുന്ന ടൈം തന്നെയായിരിക്കും. പൊതുവെ നോക്കി കഴിഞ്ഞാൽ ഇരുവരും നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രദാനം ചെയ്യുന്നുണ്ട്, ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഇൻകം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ലൊരു മണി ഫ്ലോ നമ്മുടെ കയ്യിൽ കൂടെ എന്താണ് പൈസ പോക്ക് നമുക്ക് നടത്താൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കന്യാരാശിയെ സംബന്ധിച്ചോളം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് പ്രണയം നടക്കാൻ യോഗമുണ്ട്. പ്രണയത്തിൽ നിന്ന് പ്രണയ വിജയം പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാരേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. പക്ഷെ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുന്ന ഒന്ന് പൊരുത്തം നന്നായി നോക്കിയിട്ട് കഴിക്കുന്നത് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പരസ്പരം നന്നായി മനസ്സിലാക്കിയ ശേഷം വിവാഹത്തിലേക്കൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. കന്യാരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ഇഷ്ടങ്ങൾക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യുക, രണ്ട് കുടുംബത്തെ മനസ്സിലാക്കി ഒക്കെ കല്യാണം കഴിക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ. അപ്പോൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കന്യരാശിയെ സംബന്ധിച്ച് പൊതുവെ നമ്മൾ പറഞ്ഞു 2025 പറഞ്ഞു നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് 2025 എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു 4 മാസം 123 ദിവസത്തോളം നമുക്ക് എന്താണ് അനുകൂലമായ സമയം എന്നാണ് ശുക്രൻ പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പെഡിഷൻ നമ്മൾ മന്ത്ലി പെഡിഷനിൽ തരാം. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. നല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് ശുക്രൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് വലിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ വലിയ സങ്കടപ്പെടാനോ ഒന്നുമില്ല കേട്ടോ. സോ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ചിത്തിര ചോതി വിശാഖം മുക്കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത് അല്ലെ. തുലാം രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുലാ രാശി നാഥനാണ് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം 6ലാണ് നിൽക്കുക, ഉച്ചത്തിൽ വരിക. അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കണം, 6ൽ പോയി അപ്പം അയ്യോ എനിക്ക് മോശഫലമാണോ? അല്ല. കാരണം എന്താ, തുലാം രാശിയുടെ നാഥൻ ആരാണ്? ശുക്രനാണ്.
ആ രാശിനാഥനാണ് എവിടെ പോയി നിൽക്കുന്നത്? 6ൽ നിൽക്കുന്നത്. സോ എന്തുകൊണ്ടും എന്താണ്, നമ്മൾ വേറെ സ്ഥലത്തോടെ പോയി നിന്നാലും നമുക്ക് പ്രശ്നമാണോ? അല്ല. നമുക്ക് നന്മയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. നമുക്ക് നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ആരും ചെയ്യുമോ? ഇല്ല. സോ ഇവിടെ ഉച്ചത്തിൽ വരുമ്പോൾ ശുക്രൻ നമുക്ക് കഴിയുമ്പോൾ എന്താണ്, ദോഷഫലങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ടഫ് സിറ്റുവേഷനിൽ നിന്നായെങ്കിൽ പോലും നമുക്ക് എന്താണ്, അവിടെ ഒരു പോരാട്ടം ഉണ്ടായോ ആ പോരാടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു കാര്യത്തിലായെങ്കിൽ പോലും നമുക്ക് എന്തായാലും ഇച്ചിരി പോരാടേണ്ട വരും. എന്നുവെച്ചാൽ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് സക്സസ് പ്രദാനം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 8ൽ വ്യാഴം മറയുന്നുണ്ട്. 6ാം ഭാവത്തിന് 8ൽ മറയുന്നു. സോ 6ൽ എന്താണ്, 6ൽ നമ്മുടെ രാശിനാഥൻ നിൽക്കുന്ന ഉച്ചത്തിൽ നോക്കുന്ന സമയമാണ്. സോ നമ്മുടെ ശക്തി, നമ്മുടെ ശത്രുക്കള്, എതിർപ്പുകള്, പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടപ്പെട്ടായാലും തരണം ചെയ്ത് മുറിച്ച് മുന്നിലേക്ക് പോകാൻ സാധിക്കുന്ന ടൈം ആയിരിക്കും എന്ന് പറഞ്ഞത്. ഭാഗ്യമോ അല്ലെങ്കിൽ പണത്തെയോ പ്രദാനം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഈ ടൈം എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, നമുക്ക് തുലാരാശിക്കാർക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. ഓക്കെ, നമ്മുടെ മുന്നിലുണ്ടാവുന്ന അവസരങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ അതേ അവസരം വേറെ ആൾക്കും കൊടുക്കും. അവിടെ നമുക്കൊരു പോരാട്ടം ഉണ്ടാവും. ഓക്കെ, അവിടെ ഒരു മത്സരം ഉണ്ടാവും. ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു അവർക്ക് ആ അവസരം സ്വന്തമാക്കാം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ തരും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പോണന്റിന്റെ കയ്യിലും കൊണ്ടു കൊടുക്കും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ഈ അവസരത്തെ നിങ്ങൾ രണ്ടുപേരും നോക്കിയെടുക്കുന്നത്? ആരാണ് പോരാടി വിജയിക്കുന്നത് അവരായിരിക്കും വിജയിക്കുക. സോ നിങ്ങൾ നന്നായി പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോരാടി വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏതൊരു പോരാട്ടം ഉണ്ടായാലും ആ പോരാട്ടത്തിന്റെ അവസാന വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ നമ്മളനുസരിച്ചൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് ഒരു യുദ്ധം പോലെ നമ്മുടെ കഴിവുകൾ തമ്മിൽ തന്നെ ഒരു യുദ്ധം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാശിനാഥനെ നോക്കുകയാണെങ്കിൽ രാശിനാഥന് ബലത്തിൽ നിൽക്കുന്ന സമയമാണ് ഉച്ചത്തിൽ വരുന്നത്. സോ നമ്മൾ എന്താണ്, എങ്ങനെ നോക്കിയാലും ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് ജയിക്കാൻ സഹായിക്കുന്ന ടൈം തന്നെയായിരിക്കും. മത്സര പരീക്ഷയിലുള്ളവർക്കായാലും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കായാലും എല്ലായിടത്തും നമുക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ടൈമാണ്. നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും? വിജയിക്കാൻ സാധിക്കും കേട്ടോ. റിലേഷൻഷിപ്പിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ജോബ് ഓറിയന്റഡ് ആയപ്പോൾ ആ രീതി, ബിസിനസ് ആ രീതി അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാവണേ. കാരണം എന്നാ, തന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഗവനിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അവിടെ നിന്നുണ്ടാവും ചെറിയ ഒരു കുശുമ്പ് അല്ലെങ്കിൽ ചെറിയൊരു എന്താണ് സങ്കടം, ചെറിയൊരു വിഷമം ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. സോ ആ വിഷമം അല്ല സങ്കടമാണ് എന്ത് ശരിക്കും ഒരു കലഹത്തിലേക്കൊക്കെ വരാൻ ചാൻസ്. സോ ആ ഒരു കാര്യം, സോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരെയും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഒപ്പത്തിൽ തന്നെ കൊണ്ടുപോവാം. ഓക്കെ, അല്ലാതെ ഞാൻ അവിടെ പോയി എത്തി അപ്പൊ ഇത് വിട്ടേക്കാം ആ രീതി പോകാതെ എന്ത് ചെയ്യുക, ആ സ്നേഹവും അതേമേ കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷകരമായി പോകാം. എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പം എന്താണ്, തൻ്റെ പങ്കാളിക്ക് അറിയാം ഓക്കെ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ്, തൻ്റെ പങ്കാളി തുലാം രാശിയിൽ ജനിച്ചവരുണ്ട്, നിങ്ങൾ അതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇങ്ങനെയൊക്കെയാണ്. സോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങളില്ലാതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ പണം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്ര നല്ല സമയമൊന്നുമല്ല. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കടങ്ങളൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. എന്നിരുന്ന് നമ്മൾ ഒത്തിരി വാങ്ങി കൂട്ടുന്നല്ല, കടം കിട്ടുന്നുണ്ടല്ലോ എന്നാൽ കുറച്ച് വാങ്ങി കൂട്ടിയേക്കാം എന്ന് വിചാരിക്കില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, നമ്മുടെ ആവശ്യം ഞാൻ വലിയ എമൗണ്ടൊക്കെ കടമെടുത്ത് വെക്കല്ല, ചെറിയ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ വേണ്ട കടങ്ങൾ എടുക്കുക. ഒത്തിരി വലിയ കടങ്ങളൊന്നും എടുക്കാതിരിക്കുകയാണ് നല്ലത് പറയുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്കൊന്നും പോകണ്ട, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെയും ചെയ്യുന്നവരുണ്ടെങ്കിലും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല സപ്പോർട്ടുകളൊക്കെ കിട്ടും. നമ്മൾക്ക് എന്താണ് ധനപരമായിട്ട് മാത്രമല്ലാതെ മറ്റു തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. കാരണം ശുക്രന്റെ ഒരു ചാരഫലത്താൽ നമുക്ക് എന്താണ് ഒരു ഫലങ്ങളൊക്കെയാണ് പ്രധാനം ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഈ ശുക്രന്റെ രാശിമാറ്റം കാരണം നിങ്ങൾക്ക് പണമോ ഭാഗ്യമോ കൊണ്ടു തരും എന്നല്ല പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, അവസരങ്ങൾ തരും. ഓക്കെ, പോരാടേണ്ട വരും, മത്സരിക്കേണ്ടി വരും. മത്സരത്തിൽ അവസാനം നമുക്ക് എന്ത് ചെയ്യും, വിജയം എത്തിക്കാൻ സാധിക്കും നമ്മുടെ പരിശ്രമം കൃത്യമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. വിഷാങ്കാല അണിരം തൃക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത്. വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം ഈ ശുക്രന്റെ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് നോക്കാം. ശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് 5ാലാണ്
എന്താ ഉച്ചത്തി വരിക എന്ന് പറയുന്നത്. 5ാം ഭാവാധിപൻ എന്താണ് 7ൽ നിൽക്കുന്ന സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അല്ലെ. സോ നമുക്ക് പണസംബന്ധമായിട്ട് ജീവിത വിജയം, ഭാഗ്യാനുഭവങ്ങൾ, എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് എന്താണ് ഒരു ഭാഗ്യാനുഭവങ്ങളൊക്കെ തരുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് ശുക്രൻ ഇത്രയും നമ്മൾ വിട്ടു അല്ലെങ്കിൽ ആ ഒരു രാശിയിൽ നിന്ന് മാറുള്ളൂ. സോ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഫിനാൻസ് മാറ്ററിലൊക്കെ നമുക്ക് ചെറിയ സപ്പോർട്ടൊക്കെ കിട്ടും. അതുപോലെ വിവാഹമൊക്കെ നടക്കാത്തവർക്ക് വിവാഹമൊക്കെ നടക്കാൻ ശരിയായ സമയമാണ്. പ്രണയത്തിലുള്ളവർക്ക് അത് വീട്ടിലൊക്കെ സംസാരിച്ചത് മാരേജിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് അനവധി തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കിയാലും നിരവധി അവസരങ്ങൾ നമുക്ക് കിട്ടുന്ന സമയമാണ്. അവസരങ്ങൾ തേടി നമ്മൾ പോകാൻ ശ്രമിക്കുന്ന ടൈമായിരിക്കും. അവസരങ്ങളൊക്കെ തേടി അന്വേഷിക്കാൻ പറ്റുന്ന സമയമാണ്. യാത്രകളൊക്കെ എന്താണ് വിജയിക്കാൻ ഒരു യാത്ര വിജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ യാത്ര എന്തിനു വേണ്ടിയാണ് പോകുന്നത് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുള്ളല്ലേ. ഇപ്പൊ യാത്ര എന്ന് പറയുന്നത് ചുമ്മാ എൻജോയ്മെന്റ് യാത്ര, അവിടുത്തെ നമ്മുടെ ഗോൾ എന്താ? എൻജോയ്മെന്റ്, ഹാപ്പിനെസ്, അത് കിട്ടും. ഓക്കെ, ഇപ്പൊ ബിസിനസ് യാത്രയാണ്, ആ കാര്യം നടക്കും. ഓക്കെ, ഇപ്പൊ യാത്രകളിലൊക്കെ പോകുന്ന എന്താണ് വിജയമൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് നല്ല സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ടൈം ആയിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്നവരോട് കുറച്ചു നേരം സംസാരിക്കാനും അവരുടെ സംസാരത്തിലൂടെ നമുക്ക് എന്താണ് സന്തോഷത്തെ കണ്ടെത്താനും, അതുപോലെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ കുറെ നാളായി കണ്ടിട്ട് അപ്പോൾ അവരെ പോയി കാണാനും, അതുപോലെ പിണങ്ങി നിൽക്കുന്നവരിൽ നിന്ന് എന്താണ് ആ പിണക്കൊക്കെ മാറ്റി നിങ്ങളൊന്ന് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ പിണക്കൊക്കെ ഒന്ന് മാറി വീണ്ടും സന്തോഷമായി നമുക്ക് ആ ഒരു എന്താണ് ഐക്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന ടൈമാണ്. ഈ സമയം ശരിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ടൈം ആയിരിക്കും വൃശ്ചിക രാശിയെ സംബന്ധിച്ചാൽ ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ശുക്രന്റെ രാശിമാറ്റം, ഈ ശുക്രൻ ഉച്ചത്തിൽ വരുന്ന ടൈം എന്ന് പറയുന്നത്. ഇവിടെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ശുഭ ചെലവുകൾ ഉണ്ടാവുന്ന ടൈമായിരിക്കും നമുക്ക് പറയാൻ സമയമാണ്. അതുപോലെ നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല സ്ഥലം, നല്ല വീട്, നല്ല യാത്രകൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങളൊക്കെ കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. സോ നമ്മൾ ഈ സമയത്തെ കൂടുതൽ എന്ത് ചെയ്യുക, ആസ്വദിക്കാൻ ശ്രമിക്കുക, എൻജോയ് ശ്രമിക്കുക, എന്ത് ചെയ്യുക, സമയത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്താണ്, നമുക്കറിയാം ശുക്രൻ എന്ന് പറയുന്നത്, വ്യാഴം എന്ന് പറയുന്നത് പരസ്പരം രാശിമാറി നിൽക്കുന്നുണ്ട്. എന്താണ് മൾട്ടിപ്പിൾ ഗ്രഹങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യോഗം ചെയ്യുന്നുണ്ട്, പല ഗ്രഹങ്ങളായിട്ട് യോഗം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അനുകൂലമായ സമയങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കണേ, ഉത്തമായിക്കോട്ടെ, കുറച്ചുകൂടെ നല്ല റിസൾട്ടിലേക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. മൂലം, പൂരാടം, ഉത്രാടം, കാർഡും രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ധനുരാശിക്കാർക്ക് ഈ ഒരു ശുക്രന്റെ രാശി മാറ്റത്താൽ എന്ത് ഫലമാണുള്ളത് നോക്കാം അല്ലെ. ധനുരാശിക്ക് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താണ് ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ലാണ് ശുക്രൻ വന്നേക്കണം അല്ലെ. 4ലാണ് ശുക്രൻ എന്താ ഉച്ചത്തി വന്നേക്കുന്നത്. സോ മാലവീയോഗം നമുക്ക് പറയാൻ സമയമാണ്. പണം, പേര്, പ്രശസ്തി ഇതൊക്കെ നമുക്ക് പറയാവുന്ന ടൈമാണ് അല്ലെ. നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു കംഫോർട്ട് നമുക്ക് തരുന്നൊരു ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത്. സോ 6ാം ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതിന് നിവർത്തിക്കാനും, അതുപോലെ ഇടയ്ക്ക് രോഗങ്ങളൊന്ന് മൂർത്തിച്ചാൽ അതൊക്കെ എന്താണ് ഭേദപ്പെട്ടു വരാനൊക്കെ പറ്റുന്ന സമയമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ വിജയത്തിനൊക്കെ ആയിട്ടും എതിർപ്പുകളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. കുറെ അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അവസരങ്ങളൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊരു ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ വീട്ടിന് കുടുംബത്തിന് വേണ്ടിയാലും നമുക്ക് വേണ്ടിയാലും കുറെ ആവശ്യങ്ങളുണ്ടെങ്കിലും ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ഈ ഒരു ടൈമിൽ കൂടെ നിങ്ങൾക്ക് പറ്റും. ഈ ശുക്രന്റെ എന്താണ് ഗോചര ഫലം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ കൂടെ നിങ്ങൾക്ക് അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും. യാത്രകളൊക്കെ ഏതെങ്കിലുമൊക്കെ വിധേയന നിങ്ങൾക്ക് തേടിയെത്തും. സോ അത് എന്തിനൊക്കെ തരത്തിൽ ഇപ്പം നിങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചപ്പോഴും ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് നിങ്ങൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്തിനൊക്കെ കാര്യത്തില്ല നിങ്ങളുടെ ഫാമിലിയുടെ ആരെങ്കിലും എന്താണ് തൊഴിൽ സംബന്ധമായിട്ട് പോകണോണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കും പോകേണ്ട വന്നേക്കാം. സോ യാത്രകളൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വരാനുള്ള അവസരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 10ലേക്ക് എന്താണ് ദൃഷ്ടിയുണ്ട് അല്ലെ. 4ാം ഭാവം എന്ന് പറയുന്നത് മീനൻ രാശിയാണ്. മീനത്തിന്റെ 7ാം ഭാവം എന്ന് പറയുന്നത് കന്നി രാശിയാണ്. കന്നി എന്ന് പറയുന്നത് ധനുവിന് 10ാം ഭാവമാണ് അല്ലെ. 10ലേക്ക് എന്താണ് ദൃഷ്ടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തൊഴിലിനൊക്കെ മാറ്റമൊക്കെ വരുത്താൻ ശ്രമിക്കുന്നവർക്ക് മാറ്റം വരുത്താം. വിദേശത്തൊക്കെ പോകാൻ യോഗമുള്ള സമയമാണ്. ചില കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് എതിർപ്പുകളൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞുള്ള ഒത്തിരി എതിർപ്പുകളൊക്കെ നേരിട്ടിട്ട് വേണം നമുക്കതിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഒത്തിരി എതിർപ്പുകൾക്ക് ശേഷം നമുക്ക് എന്താണ് സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. അവിടെ നമ്മൾ എതിർപ്പുകൾ വിട്ടിട്ട് പോവല്ല, വീണ്ടും വീണ്ടും പരിശ്രമിച്ച് എന്ത് ചെയ്യുക, വിജയം കൈക്കുള്ളിൽ അടുക്കുക എന്നാണ് പറയാനുള്ളത്. സോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒത്തിരി അനാവശ്യമായിട്ട് ലോണുകളൊന്നും എടുത്തു വെക്കാതിരിക്കുക. അതുപോലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഒന്നെങ്കിൽ ലോൺ എടുക്കാൻ സാധിക്കും അല്ലെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇതിനൊക്കെ മേടിച്ചിട്ടായാലും നമുക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഓക്കെ, വേണമെന്ന് വെച്ച ആവശ്യമുണ്ട്, അത് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇനി അതല്ലെങ്കിൽ ലോൺ എടുക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്
വാങ്ങിച്ചിട്ടായാലും അതിൻ്റെ പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് എത്തും. സോ അത് വേണ്ട വിധത്തിൽ വേണ്ടതാണോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കുക. അതുപോലെയൊക്കെ യാത്രകൾ ചെയ്യുമ്പോഴായാലും നമുക്ക് എന്താണ് ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്ന ടൈമായിരിക്കും. അതുപോലെ വീട് മാറണം എന്ന് ശ്രദ്ധിക്കുന്നവർക്ക് മാറിയാലോ എന്ന് കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് മാറാം. വാടക വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് മാറാം. ഞാനെല്ലാം ഒരു പുതിയ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാം. അതുപോലെ വാഹനം മാറി മേടിക്കണം. കാറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി മേടിക്കണം. അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും റിപ്പയർ വർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു വാഹനം വാങ്ങണം, കാറൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് വാങ്ങാനും പറ്റുന്ന സമയം തന്നെയാണ് ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത്. സോ മെയ് 31 വരെ ഉണ്ടല്ലോ നമ്മുടെ ശുക്രൻ മീനത്തിലാണല്ലോ. സോ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായി ഈശ്വര പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോവുക. വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. മകരരാശി. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം വരെ അടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത്. അപ്പൊ മകരരാശിക്കാരെ നമ്മുടെ എന്താണ് ഈ ന്യൂ ഇയർ പ്രിഡിക്ഷനിൽ പറഞ്ഞു നമുക്ക് 2025 നല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അത് എന്താണ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. അപ്പം നമ്മള് ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ടൈം എന്ന് പറയുന്നത്? ഏകദേശം 28/1/2025 മുതൽ 31/5/2025 വരെ എന്തൊക്കെയുണ്ട്? അനുകൂലമാണോ പ്രതികൂലമാണോ? എനിക്ക് മണി സംബന്ധമായിട്ട്, അതുപോലെ തന്നെ ലവ് സംബന്ധമായിട്ട്, വാഹന റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഇവിടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, മകരത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശുക്രൻ എന്ന് പറയുന്നത് ഒരു യോഗകരമാണ് അല്ലെ. കാരണം 5ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമാണ്. സോ ശുക്രൻ എന്ന് പറയുന്നത് അവിടെ 3 വന്ന് എന്ത് ചെയ്യണേ, ഉച്ചത്തിൽ വന്നിരിക്കുന്നത്. രാശിനാഥനായ ശനി എന്ത് ചെയ്യുന്നത്, യോഗം ചെയ്യുന്നുണ്ട്. രാഹു ശുക്രനോട് യോഗം ചെയ്യുന്നുണ്ട്. ബുധനോട് യോഗം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കി 5 എന്ന് പറയുന്നത് നമ്മുടെ 60, 10 എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാനമാണ്. ശുക്രൻ ഉച്ചത്തിൽ വരുമ്പം തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിച്ചു വന്നിരുന്നെങ്കിൽ അതൊക്കെ എന്താ പരിഹാരം കാണുവാനും അതൊക്കെ പരിഹരിച്ചു പോകാനും, അതല്ലെങ്കിൽ അത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് തോന്നൽ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയായിരിക്കും. സോ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തൊഴിൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, ഇപ്പം തൊഴിലിടത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലാവാലോ. സോ ആ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ അഭിമുഖീകരിച്ച് കൃത്യമായിട്ട് ട്രാക്കിലൂടെ നിങ്ങൾക്ക് പോകാനൊക്കെ പറ്റുന്നൊരു ടൈം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ പേര്, പ്രശസ്തി, അതൊക്കെ നമുക്ക് എന്താണ് കുറച്ചുകൂടി ആളിലേക്ക് എത്താൻ ചാൻസ് കൊടുക്കും. ഇപ്പം ഒരു ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ പ്രൊഡക്റ്റിലെ സർവീസ് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തി നിങ്ങൾക്ക് വർക്ക് കൂടുതൽ കിട്ടും. ഇനി തൊഴിൽ തന്നെ നിങ്ങൾ കുറച്ച് പേര് പ്രശസ്തിയാക്കി എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ തൊഴിൽ തന്നെ ഇച്ചിരി പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് നല്ല ഇൻകം കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ തൊഴിലുള്ള പ്രശ്നങ്ങളിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റം സംഭവിക്കാം. ഓക്കെ, ആ ഒരു സ്ഥലത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോകാം. സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ സമയമാണ്. യാത്രകളൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. പെട്ടെന്ന് ഓരോ യാത്രകളൊക്കെ പോകേണ്ടി വന്നേക്കാം. അതുപോലെ പെട്ടെന്ന് നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രണയമുണ്ട്, അത് വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സമയം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പയ്യെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവതരിപ്പിക്കാവുന്ന ടൈമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് എന്നാൽ എന്ത് ചെയ്യാം, സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് നമ്മുടെ പാർട്ണറിനെയും കൂടി ടൈം നോക്കുക. അതുപോലെ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക, കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യാം, കൃത്യമായിട്ടും നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമുക്ക് അനുയോജ്യമായ ഒരു പാർട്ണർ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തരും. സോ അവർക്ക് നമ്മുടെ നാശം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, നന്മ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കുറേയൊക്കെ എന്ത് ചെയ്യാം, നല്ല കൃത്യമായിട്ടൊരു ചിന്തയിലൂടെ പോവുക, ഈശ്വര പ്രാർത്ഥനയോടെ പോവുക, ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം നല്ല നേരമാണ്, അതിന് പ്രശ്നമില്ല. അതുപോലെ നമുക്ക് ധൈര്യം, കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്ന ടൈം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് നന്മകൾ ലഭിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ ശുക്രന്റെ ഒരു രാശിമാറ്റം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുമെന്ന് പറഞ്ഞത്. പൊതുവെ എന്ത് ചെയ്യാം, നമുക്ക് സന്തോഷിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ സമയം തന്നെയാണ് ഈ ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, സന്തോഷത്തോടെ വിശ്വാസത്തോടെ എന്ത് ചെയ്യാം, ഈശ്വരനെ പ്രാർത്ഥിച്ച് നല്ലത് സംഭവിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഇനി എന്തെനിക്ക് സംഭവിച്ചാൽ അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. അവിട്ടം വരെ ചതയം പൂരിട്ടാതി മുക്കാടുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് അല്ലെ. കുംഭരാശിയെ സംബന്ധിച്ചോളം 2ാം ഭാവത്തിലാണ് ശുക്രൻ ഉച്ചത്തിൽ വരിക. അതുപോലെ തന്നെ കുംഭത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 4ാം ഭാവാധിപനാണല്ലേ ശുക്രൻ എന്ന് പറയുന്നത്. സോ 2 ഉച്ചത്തിൽ വന്നിരിക്കുന്നതാണ്. സോ 2ാം ഭാവം എന്ന് പറയുന്നത് ധന, വാക്ക്, കുടുംബം ഒക്കെയാണ്. സോ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്താ നമുക്ക് കുറച്ച് നേരം എമ്മതിയിലായി കുടുംബ അംഗങ്ങളുമായിട്ട് ഒന്ന് സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ സൈഡ് സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ നേട്ടമാണ് അല്ലേ. സോ അങ്ങനത്തെ ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ടൈമാണ്. കടങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കടങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്ന ടൈമാണ്. എന്തുകൊണ്ട് ശ്രമിച്ചാൽ നല്ലതാണെന്ന് പറയാനുള്ള
പറയാനുള്ള കാരണം നമ്മുടെ ശ്രമമില്ലാതെ ഒന്നും ലോകത്ത് നടക്കൂല. ഓക്കെ, വെച്ചാൽ നമുക്ക് കടം കുറയ്ക്കാൻ പറ്റും, നമുക്ക് പക്ഷെ അധ്വാനിക്കാൻ മടിയാണ്, ചുമ്മാ വീട്ടിലിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനുള്ള അധ്വാനം ചെയ്യണം. സോ കൃത്യമായ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. സോ അതിന് അനുകൂലമായ സമയമാണ്. അതുപോലെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിന് ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്താൻ, ഒരു ബാലൻസ്ഡ് പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടൈമാണ്. ചെറിയ രീതിയിലൊരു പുരോഗതിയെങ്കിലും ചിന്തിക്കുന്നവർക്ക് അതിനു വേണ്ടിയുള്ള മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ. ചെറിയ രീതിയിലും ഭാഗ്യ അനുഭവങ്ങളെ തന്നെ ശുക്രൻ നമുക്ക് ഈ ഒരു മീനത്തിൽ നിന്ന് മാറുള്ളൂ. നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് റിഫ്രഷ്മെന്റ് ആവാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദശയും കൂടെ അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിൽ നമ്മുടെ പ്രണയം, റിലേഷൻഷിപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാരേജിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ, കല്യാണമൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ടൈമൊക്കെയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. കഠിന സമയത്തിനിടയിൽ എന്താണ് ഒരു നല്ല കാര്യം, സന്തോഷം നടക്കുക എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങൾ, വീടൊക്കെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാറ്റി എടുക്കാവുന്നതാണ്. ചെറിയ രീതിയിലായാലും നമുക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു. വലിയ വലിയ അവസരങ്ങൾ കിട്ടും എന്ന് വിചാരിക്കില്ല, ചെറിയ രീതിയിലുള്ള അവസരം കിട്ടും. എന്നാൽ നമ്മുടെ ജാതകത്തിലൊക്കെ ബലമൊക്കെ ഉണ്ട്, നമുക്ക് നല്ല ദശയൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള നല്ല അവസരങ്ങൾ നമ്മളെ തേടിയെത്തും കേട്ടോ. കുടുംബത്തിലായാലും എല്ലാവരുമായിട്ട് ചേർന്ന് പോകാനും അതുപോലെ എല്ലാവരും ചേർന്ന് ഒരു നല്ല കാര്യത്തിൽ പങ്കെടുക്കുവാനും നല്ല കാര്യങ്ങളൊക്കെ നടത്തുവാനൊക്കെ കഴിയുന്നൊരു ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്, ഈ സമയം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ വാഹന സുഖമൊക്കെ പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെറിയ യാത്രകളായാലും പോകാൻ യോഗമുള്ള ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. സോ കൃത്യമായിട്ട് സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു ടൈമിൽ കിട്ടും 2025 എന്ന് പറയുന്നത്. ഈ ഒരു സമയം, ഈ കാലയളവ് എന്ന് പറയുന്നത് ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് കേട്ടോ. പോരുട്ടാതി കാലം ഉത്തിരുട്ടാതി രേവതി ഇറങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലെ. മീനരാശിയെ സംബന്ധിച്ചാൽ ജന്മത്തിലാണ് ശുക്രൻ ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത് അല്ലെ. അപ്പം മീനരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3ാം ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് രാശിനാഥൻ വ്യാരവുമാണ് അല്ലെ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പരസ്പരം രാശിമാരുണ്ട്. രാശിനാഥനായ വ്യാരം എന്താണ് ശുക്രന്റെ ക്ഷേത്രം, ശുക്രൻ എന്ത് ചെയ്യുന്നുണ്ട് വ്യാരത്തിന്റെ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏഴാം ശനി സമയമാണെങ്കിൽ നമുക്ക് നിരവധി ചെലവുകളൊക്കെ ഉണ്ടാവും. സോ മീനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതിനൊക്കെ തരത്തിലൊരു വളവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലവുകൾ ഉണ്ടാകുമ്പോൾ അനുസരിച്ച് വളവുകളും ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഈ ശുക്രൻ ഉച്ചത്തിൽ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് നല്ല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടും. നമ്മുടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം മീനരാശിയെ സംബന്ധിച്ച് പോസിറ്റീവ് മൈൻഡായിട്ട് ഇരിക്കുക. ഓക്കെ, 2025 പൊതുഫലം കണ്ടു എന്ന് വിചാരിക്കുന്നു, വർഷഫലം കണ്ടു എന്ന് വിചാരിക്കണം. അത് കാണുന്ന കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവും. പിന്നെ ഈ ഒരു ശുക്രനെ നോക്കിക്കഴിഞ്ഞ് പിന്നെ മന്ദിരങ്ങൾ പഠിച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. സോ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കും. അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ എന്തിനൊക്കെ ദുഃഖങ്ങൾ, എന്തിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വാഹനം ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. മനസ്സിലുള്ള കഷ്ടങ്ങളൊക്കെ മാറി നമുക്ക് ചെറിയ തരത്തിൽ സന്തോഷങ്ങളും ചെറിയ പുഞ്ചിരിയൊക്കെ നമുക്ക് കിട്ടുന്നൊരു ടൈം തന്നെയായിരിക്കും. അതുപോലെ തന്നെ പിണങ്ങി മാറി നിൽക്കുന്നവരും പിണങ്ങി സംസാരിക്കില്ലാത്ത അങ്ങ് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് നിങ്ങൾ വീണ്ടും എന്താണ് നല്ല രീതിയിൽ തന്നെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാനും വീണ്ടും സംസാരിക്കാനൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളുടെ സൈഡിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വെളിച്ചം പ്രകാശിക്കുന്നു എന്ന് പറയുന്ന പോലെ നമുക്കൊരു പോസിറ്റീവ് ചിന്തയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടൈം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് നോക്കി കാണാവുന്ന ടൈം തന്നെയാണ്. നമുക്ക് നോക്കിയ സുഖാനുഭവങ്ങളും അതുപോലെ മിഷ്ടാന ലാഭവും ഒക്കെ പറയാവുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ ഭാര്യയായിട്ട് പെണ്ണ് നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും അവർ വീണ്ടും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഭാര്യ ഐക്യം അല്ലെങ്കിൽ ഭാര്യ സുഖമൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ് കേട്ടോ. അവരെ വിഷമിക്കാനുള്ള ടൈമൊന്നുമില്ല. എന്നിരുന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾ 2025 പൊതുഫലം കൂടെ നിർത്തുകയാണോ അതിനുശേഷം എന്ത് ചെയ്യണം, അതായത് മന്ത്ലി വേണ്ട പെഡിഷൻസ് കൂടി ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അതനുസരിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക, ഈശ്വരനെ മുറുക്കി പിടിക്കുക കേട്ടോ. ഈശ്വരനെ മുറുക്കി പിടിച്ച് നല്ല വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. നമുക്ക് എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ അല്ലേ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താഴെ കമൻറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ. ശുക്രന്റെ രാശി മാറ്റത് ശുക്രന്റെ ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ്. അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ്, ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണം. നമുക്ക് രണ്ടും വെച്ച് നോക്കാം. രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ, മനസ്സിന്റെ ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിനെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ
രാശിയുമാണ് ചിന്തിക്കുന്നത്. സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. നിങ്ങൾക്ക് അനുകൂലമായ ടൈമാണെങ്കിൽ നിങ്ങൾക്ക് ഫലങ്ങളും എന്താണ് ഗോചര അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും. അത് മറ്റായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും കുറച്ചിൽ ഉണ്ടാവും കേട്ടോ ജീവിതത്തിൽ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലെ. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ ജാതകത്തിൽ ശുക്രന്റെ ബലാബലങ്ങളൊന്നും ചിന്തിക്കണം. സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത്, ആരുടെ കൂടെയാണ്, ആരുടെ യോഗം ചെയ്താണോ, ഉച്ചത്തിലാണോ, വക്രത്തിലാണോ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചര ഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ദശ ഏതാണ്, അപകാരം ഏതാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ജാതകം കൂടി വെച്ച് വേണം നമ്മുടെ മന്ത്ലി പ്രെഡിക്ഷൻ നമ്മൾ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ. അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രന്റെ ഗോചരഫലം നോക്കുമ്പോൾ, ഒരു ഗ്രഹത്തിന്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കാം ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ. ഇപ്പൊ നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ്, പക്ഷെ ജാതകവശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല. ഓക്കെ, സോ ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പുതിയ കമ്മ്യൂണിറ്റി പറയുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. സോ അതിൽ ജോയിൻ ചെയ്യുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ അതിൽ മെസ്സേജസ് വരും. സോ അപ്പം നിങ്ങൾക്ക് എന്താണ് അത് ചേരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് മറ്റുള്ളവരിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടി എത്തണം, നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞൊരു വെബിനാർ ഉണ്ട്. സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് 3 കൺസെപ്റ്റ് ആണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അതിൽ 3ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ കുറച്ചുകൂടി സെറ്റ് ആക്കാണ്. നമ്മുടെ നോർമൽ ലൈഫ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വഴികാട്ടി തന്നെയായിരിക്കും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ എന്താണ് കറക്റ്റായ ഡീറ്റെയിൽസ് കിട്ടും. സോ അതിന് മുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സസ് വരിക. സോ അവിടെ എന്ത് ചെയ്യാം നമുക്ക് കാണാം കേട്ടോ. ക്ലാസ് മിസ് ചെയ്യേണ്ട. മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാമാണ്, സൗജന്യമായിട്ടുള്ള വെബിനാറാണ്. സോ എന്താണ് മിക്സ് ചെയ്യല്, അതുപോലെ തന്നെ സൗജന്യമാണല്ലോ ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല്, ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക. സോ എന്ത് ചെയ്യാം ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമോ, അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്ത് തരാം. സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ആഫ്റ്റർ ദ വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ, ഉറപ്പായിട്ടും. സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഈശ്വര പ്രാർത്ഥനയോടെ എല്ലാം നടക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ.